നമസ്കാരം. ആധാർ ഇന്ന് വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ഇന്ത്യൻ. വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും വിലാസം തെളിയിക്കാനുമെല്ലാം ആധാർ ഉപയോഗിക്കുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ആധാർ നൽകേണ്ടി വരുമ്പോൾ ഇവ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ആധാർ കാർഡ് തട്ടിപ്പ് ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. സാമ്പത്തിക നഷ്ടം, ഐഡന്റിറ്റി മോഷണം, അനധികൃത ആവശ്യങ്ങൾക്കായി വ്യക്തിഗത വിവരങ്ങളുടെ അനുചിതമായ ഉപയോഗം എന്നിവ ഈ തട്ടിപ്പുകളുടെ പിന്നിലുള്ള കാരണങ്ങളാണ്. അതേസമയം നിങ്ങളുടെ ആധാർ നമ്പർ അറിഞ്ഞതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ മറ്റു വഴികളിലൂടെ പണം തട്ടാൻ തട്ടിപ്പുകാർക്ക് ശ്രമിക്കാവുന്നതാണ്. 2016 ആധാർ നിയമത്തിൽ ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾക്ക് നൽകിയിരിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളും പിഴകളുമാണ് ഇനി പറയാൻ പോകുന്നത്. എൻറോൾമെന്റ് സമയത്ത് തെറ്റായ ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ നൽകിയുള്ള ആൾമാറാട്ടം കുറ്റകരമാണ്. ഇതിന് 3 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. ആധാർ നമ്പർ ഉടമയുടെ ഡെമോഗ്രാഫിക് ബയോമെട്രിക് വിവരങ്ങൾ മാറ്റിക്കൊണ്ട് ആധാർ നമ്പർ ഉടമയുടെ ഐഡന്റിറ്റി സ്വന്തമാക്കുന്നത് ഒരു കുറ്റമാണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. ഒരു പൗരന്റെ ഐഡന്റിറ്റി വിവരങ്ങൾ ശേഖരിക്കാൻ അധികാരമുള്ള ഏജൻസിയായി നടിക്കുന്നത് ഒരു കുറ്റമാണ്. 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കും. എൻറോൾമെന്റ് വേളയിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ മനഃപൂർവ്വം മറ്റുള്ളവർക്ക് കൈമാറുന്നത് ഒരു കുറ്റമാണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ഉള്ള ഒരു കുറ്റമാണത്. സെൻട്രൽ ഐഡന്റിറ്റി ഡാറ്റ റിപ്പോസിറ്ററിയിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നതും ഹാക്കിംഗ് നടത്തുന്നതും ഒരു കുറ്റമാണ്. 10 വർഷം വരെ തടവും കുറഞ്ഞത് 10 ലക്ഷം രൂപ പിഴയും ലഭിക്കും. സെൻട്രൽ ഐഡന്റിറ്റി ഡേറ്റ ശേഖരത്തിലെ ഡേറ്റയിൽ കൃത്രിമം കാണിക്കുന്നത് കുറ്റമാണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. ഒരു വ്യക്തിയുടെ വിവരങ്ങൾ സ്ഥാപനം അനധികൃതമായി ഉപയോഗിക്കുന്നത് ഒരു കുറ്റമാണ്. ഒരു വ്യക്തിയുടെ കാര്യത്തിൽ 3 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ ലഭിക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.